أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. വജഅല അവൻ ആക്കി അൽളുലുമാത്ത് വന്നൂർ അന്ധകാരങ്ങളെയും പ്രകാശത്തെയും അവൻ ഉണ്ടാക്കി. സുമ്മല്ലദീന കഫറു എന്നിട്ടും ഈ നിഷേധികൾ ബി റബ്ബിഹിം അവരുടെ റബ്ബിന് യഅദിലൂൻ അവർ പകരക്കാരെ ഉണ്ടാക്കുന്നു. ഹുവല്ലദീ ഖലഖക്കും ആ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ ത്വീനിൻ മണ്ണിൽ നിന്ന് സുമ്മ ഖദാ അജലൻ എന്നിട്ട് ഒരു അവധിയും നിശ്ചയിച്ചു. വ അജലും മുസമ്മൻ ഇൻദഹു നിശ്ചിതമായ ഒരു അവധി അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. സുമ്മ അൻതും തംതറൂൻ എന്നിട്ടും നിങ്ങൾ സന്ദേഹത്തിൽ ആണ്. വഹുവല്ലാഹു ഫിസ് സമാവാതി ആകാശങ്ങളിൽ അവനാണ് അള്ളാഹു, വഫിൽ അർളി ഭൂമിയിലും. യഅലമു ആ അള്ളാഹു അറിയുന്നു സിറക്കും നിങ്ങളുടെ രഹസ്യങ്ങളും വജഹറക്കും നിങ്ങളുടെ പരസ്യങ്ങളും. വയഅലമു ആ അള്ളാഹു അറിയുന്നു മാ തക്സിബൂൻ നിങ്ങൾ സമ്പാദിക്കുന്നതും. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം റബ്ബിൽ നിന്നുള്ള ഒരു തെളിവുകളും അവർക്ക് വന്നിട്ടില്ല. ഇല്ലാ കാനു അവരായിക്കൊണ്ടല്ലാതെ അൻഹ ആ തെളിവുകളിൽ നിന്ന് മുഅ്റിളീൻ അവഗണിച്ച് കൊണ്ടല്ലാതെ. ഫഖദ് കദ്ദബു നിശ്ചയമായും ഇവരും കളവാക്കി ബിൽ ഹഖ് യാഥാർത്ഥ്യത്തെ ലമ്മാ ജാഅഹും ആ യാഥാർത്ഥ്യം അവർക്ക് വന്നപ്പോൾ. ഫസൗഫ യഅതീഹിം നിശ്ചയമാ അവർക്ക് വരുന്നുണ്ട് അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചത് അതിൻ്റെ വിവരങ്ങൾ അവർക്ക് വരുന്നുണ്ട് അടുത്ത് തന്നെ. അലം യറൗ അവർ കണ്ടിട്ടില്ലേ, അവർ ആലോചിച്ചിട്ടില്ലേ, കം അഹ്ലക്ന എത്രയാണ് നാം നശിപ്പിച്ചത് മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പ്, മിൻ ഖർനിൻ നാടുകളിൽ, മക്കന്നാഹും അവർക്ക് നാം നൽകിയിട്ടുണ്ടായിരുന്നു ഫിൽ അർളി നാട്ടിൽ, ആ നാട്ടിൽ, മാലം നുമക്കിൻ ലക്കും ഇവർക്ക് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ അധികാരം. വ അർസൽന സമാഅ ആകാശത്തെ അവർക്ക് അയച്ചു. വ അർസൽന സമാഅ അലൈഹിം അവർക്ക് മേൽ ആകാശത്തെ അയച്ചു, മിദ്റാറൻ സമൃദ്ധമായി അയച്ചു. വജഅൽന നാം ആക്കി അൽ അൻഹാറ പുഴകളെ തജ്രി ഒഴുകുന്നതാക്കി മിൻ തഹത്തിഹിം അവരുടെ താഴ്ഭാഗത്തു നിന്ന്. ഫ അഹ്ലക്നാഹും എന്നിട്ടും അവരെ നാം നശിപ്പിച്ചു ബിദുനൂബിഹിം അവരുടെ തിന്മ കൊണ്ട്. വ അൻശഗ്ന മിൻ ബഅദിഹിം അവർക്ക് ശേഷം നാം ഉണ്ടാക്കി ഖർനൻ ആഖരീൻ വേറെ തലമുറയെ ഉണ്ടാക്കി. വലൗ നസ്സൽന അലൈക നിനക്ക് നാം ഇറക്കിയിരുന്നുവെങ്കിൽ കിതാബൻ ഒരു ഗ്രന്ഥം ഫി ഖിർത്താസിൻ കടലാസിൽ, ഫലമസൂഹു എന്നിട്ടതിനെ അവർ തൊട്ടുനോക്കിയിരുന്നുവെങ്കിൽ ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്, ലഖാലല്ലദീന കഫറു ഈ കാഫിരീങ്ങൾ നിശ്ചയമായും എന്നാലും പറയുമായിരുന്നു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ ഇത് ഒരു മാജിക് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. വഖാലു അവർ പറഞ്ഞു, അവർ ചോദിച്ചു ലൗലാ ഉൻസില അലൈഹി മലക്കും ഇവൻ്റെ മേൽ എന്താണ് ഒരു മലക്ക് ഇറങ്ങി വരാത്തത്. വലൗ അൻസൽന നാം ഇറക്കിയിരുന്നുവെങ്കിൽ മലക്കൻ മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ ലഖുദിയൽ അംറു കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു, നിശ്ചയമായും കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. സുമ്മലാ യുൻളറൂൻ പിന്നെ അവർക്ക് ഒന്നിനും അവധി നൽകപ്പെടുകയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറത്തുൽ അൻആമിൻ്റെ ആമുഖമാണ് കാര്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. നമ്മളിത് തുടക്കം മുതൽ ഒന്നും കൂടി നമുക്ക് പറയാം. ഫാത്തിഹ ഒഴിച്ച്, ഫാത്തിഹ അൽഹംദുലില്ലാഹിലാണോ തുടങ്ങുന്നത് ബിസ്മിയിലാണോ തുടങ്ങുന്നത് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാം. ഇപ്പം നമ്മുടെ മുസാഹിഫിലൊക്കെ ഫാത്തിഹയിൽ ബിസ്മി ഒന്നാമത്തെ ആയത്തായിട്ടുണ്ടാവുക. എന്നാൽ ഇത് വേറൊരു മുസാഹിഫാണ് ദൗരി. ഈ മുസാഹിഫിൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹ് എന്നാണ്. അപ്പോൾ അത് അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. നമ്മൾ ആ അഭിപ്രായം എടുത്തിട്ട് ഒന്നാമത്തെ നമ്മുടെ കയ്യിലുള്ള മുസാഹിഫിലെ അഭിപ്രായം പോലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മിയാണ് എന്ന് കണക്കാക്കിയിട്ട് അങ്ങനെ വന്നാൽ ബാക്കി 4 സൂറകൾ സൂറത്തുൽ അൻആം,
സൂറത്തുൽ കഹ്ഫ്, സൂറത്തു ഫാത്തിർ, സൂറത്തു സബ, 4 സൂറകൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അപ്പോൾ അതിൽ ഫാത്തിഹ ഒഴിച്ചാൽ നമ്മൾ 1ാമത്തെ സൂറയാണ് അൻആം. ഈ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് വലിയ വിപുലമായ ആശയങ്ങളുള്ള ഒരു വാക്കാണ്. ഇവിടെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അള്ളാഹു തന്നെ അള്ളാഹുവിനെ കുറിച്ച് സ്തുതിക്കുകയാണ്. അള്ളാഹു അങ്ങനെ സ്തുതിച്ചിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അത് എല്ലാവരോടും ഒന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളല്ലാത്ത ഇപ്പം ജിന്നുകളെ നമ്മൾ വർത്തമാനത്തിൽ നമ്മൾ ഒഴിച്ചു നിർത്തും, കാരണം അത് നമ്മുടെ വരുതിയിലുള്ളൊരിതല്ലാത്തതുകൊണ്ട്. ഈ ജിന്നല്ലാത്ത നമ്മൾ ഭൂമിയിൽ കാണുന്ന ഏതൊരു സൃഷ്ടിയോടും നമ്മൾ അള്ളാഹു തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് അറിവ് കൊണ്ട് മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. അറിവ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അള്ളാഹു അങ്ങനെ പറയുമ്പോൾ അതേ അർത്ഥത്തിലും ആശയത്തിലും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു സൃഷ്ടിയുള്ളൂ, അത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കയറി നിന്നുകൊണ്ടുള്ള മനസ്സിലാക്കലുമാണ് ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ സൃഷ്ടിയെ പ്രത്യേകം എടുത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സംസാരം. നമ്മൾ ഈ മക്കി സൂറകൾ വായിക്കുമ്പോൾ, മക്കയിൽ ഇറങ്ങിയ സൂറകളൊക്കെ വായിക്കുമ്പോൾ നമ്മളൊരു മദനി സൂറ വായിക്കുന്ന ഒരു പ്രകൃതമല്ല. ഇത് നമ്മളെ അള്ളാഹു ഈ മനുഷ്യന് മാത്രമായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അതായത് മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ യുക്തി, മനുഷ്യൻ്റെ ഭാവന, ഇതൊക്കെ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വേറെയാണ്. മനുഷ്യന് മാത്രം കയറി നിൽക്കാവുന്ന ഒരു പടിയാണ്. ആ പടിയിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാനും പറ്റുള്ളൂ, നമുക്കും പറയാൻ പറ്റുള്ളൂ. ആ പടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത്. അതായത് നമ്മളുടെ ബുദ്ധിയും യുക്തിയും ഭാവനയും അള്ളാഹു നമുക്കായി വെച്ച് തന്ന സകല സംഭവങ്ങളെയും തുറന്നു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൂറകളെ വായിക്കേണ്ടത്. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു യാഥാർത്ഥ്യം പറച്ചിൽ മാത്രമല്ല, നമ്മളുടെ ഒരു അംഗീകാരം കൂടിയാണ്. നമ്മളും അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പടിയിൽ നിന്ന് കണ്ട് നമ്മളോട് പറയാണ് ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർആൻ സമാവാത്തും പറയും സമാവും പറയും. അതായത് സമാ എന്ന് പറയുമ്പോൾ ഏകവചനം, അതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത്, രണ്ടും ഉപയോഗിക്കും. ഇവിടെ സമാവാത്താണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്ത ഒക്കെ ഉൾപ്പെടുന്നതാണ്. സമാവാത്ത് എന്ന് പറയുമ്പോൾ സർവ്വ പ്രപഞ്ചങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു സംഭവമാണ്. അത് അള്ളാഹു സൃഷ്ടിച്ചു. വൽ അർള, ഭൂമി എന്ന് പറയുമ്പോൾ ഖുർആനിൽ എപ്പോഴും ഏകവചനേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ ബഹുവചനം ഉപയോഗിച്ചതായിട്ട് നമ്മൾ എവിടെയും കാണില്ല. എന്നാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂറത്തു ത്വലാഖിൽ പറയുന്നുണ്ട്, ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന. അതായത് 7 ആകാശങ്ങളെയും അതുപോലെ ഭൂമിയെയും. അപ്പോഴും ഭൂമി ഏകവചനം തന്നെയാണ്, പക്ഷെ അതുപോലെ. അപ്പോൾ നമ്മൾക്കിവിടെ മനസ്സിലാവും നമ്മൾ ഈ ആകാശം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു ആകാശമുണ്ട്, ഭൂമിക്ക് ഒരു ആകാശമുണ്ട്, അതുമാതിരി എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോൾ ആകാശമുണ്ട്. അത് തന്നെയാണോ? അതല്ല. ഖുർആൻ വേറെടുത്ത് പറയുന്നത് ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ ബിസീനത്തിൽ കവാക്കിബ് എന്നാണ്. അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിനെ ഞാൻ കവാക്കിബുകളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നക്ഷത്രങ്ങളുള്ള ഈ ആകാശം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരാകാശമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ തിബാക്കൻ എന്ന് പറഞ്ഞാൽ തട്ടായിട്ട് അതിനെ പൊതിഞ്ഞ് വേറെയും ആകാശമുണ്ട്. ഏതായാലും ഈ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച ആകാശം തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അത് തന്നെ അത്ര വിപുലമാണ്. നമ്മൾ സൂര്യനെക്കുറിച്ച്, നമ്മളിപ്പോൾ ഒരു സൗരയൂഥത്തിൽ നിൽക്കുമ്പോൾ സൂര്യനെക്കുറിച്ച് നമ്മൾ പറയാം. 3,33,000 ഇരട്ടി പിണ്ഡമുണ്ടത്ര ഈ ഭൂമിയേക്കാൾ സൂര്യൻ. 3,33,000, 109 ഇരട്ടിയുണ്ട് ഇതിൻ്റെ വ്യാസം. 150 മില്യൺ കിലോമീറ്റർ ഉണ്ട് ദൂരം. അതായത് അതൊന്നും ഇപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നിടത്ത് ഒന്നുമല്ല. പ്രപഞ്ചം എന്ന് പറയുന്നിടത്ത് ഈ സൗരയൂഥം ഒന്നുമല്ല. അപ്പോൾ അത്രയും വിപുലമായ ഒരു നമ്മളുടെ ഭാവനയെ കൊണ്ടുപോകാനാണ് ഈ പറയുന്നത്.
എന്താണ് ഈ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ള നമ്മുടെ ഭാവനയെ അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. കാരണം ഇത് മനുഷ്യരോട് മാത്രം പറയാൻ പറ്റുന്ന വർത്തമാനങ്ങളാണ്. വേറെ ആർക്കാ ഈ ഭൂമിനെക്കുറിച്ചും ആകാശത്തിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പഠിക്കണം എന്നുള്ളത്, അറിയണം എന്നുള്ളത്, അറിയാൻ പറ്റിയ ആർക്കില്ല. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സൃഷ്ടിയെ അള്ളാഹു വേറൊരു തലത്തിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സംസാരം. ഇത് മനുഷ്യനോട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ ഖലഖസ്സമാവാതി വൽ-അർള്, ആകാശങ്ങളെയും ഭൂമിയെയും, നമ്മളിപ്പോൾ ഈ അറിയപ്പെട്ട ഈ പ്രപഞ്ചത്തിലൊന്നും ഭൂമി എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമില്ല, ഭൂമി പോലെ ഒന്നുമില്ല. അതും കൂടി മനസ്സിലാക്കണം. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ ഒരു ചെറുപ്പം കണക്കാക്കാൻ പറ്റാത്ത അത്ര ചെറുതാ. ചെറുപ്പത്തിനുണ്ടല്ലോ നമുക്കൊരു കണക്കാക്കാൻ പറ്റില്ല. അതിനേക്കാൾ ചെറുതായ ഒരു സംഭവമാണ്. പക്ഷേ ഈ ഭൂമി പോലെ മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ഭൂമി സൃഷ്ടിച്ചിട്ട് അതിലെ ഖലീഫയാക്കിയ ആളുകളാണ് നമ്മൾ. അതിൻ്റെ കൈകാര്യമേൽപ്പിച്ച ഹുവല്ലദീ ഖലഖലക്കും മാഫിൽ അർദ്. ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും നമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വേറെ ആരെയല്ല. നമ്മളിങ്ങനെ അടിയിൽ നിർത്താൻ മതി. നമ്മുടെ മണ്ണ്, വെള്ളം, അതിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ മേലെ പടിയായിട്ട് മറ്റ് ജീവികൾ ഉണ്ടാകുന്നു, മൃഗങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ ഒന്നൊന്നിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മളതിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. നമ്മളെ വേറൊന്നും ആശ്രയിക്കുന്നില്ല. അപ്പം നമ്മളില്ലാതായി എന്ന് വിചാരിച്ചിട്ട് ഈ ഭൂമിയിൽ ഒരു ജീവിക്ക് ഒരു കുഴപ്പം വരാൻ പോണില്ല. പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതില്ലെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. അതായത് ഇത്രയും അപൂർവമായൊരു ഭൂമി സൃഷ്ടിച്ച് കൈകാര്യമേൽപ്പിക്കപ്പെട്ട നമ്മളെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. നമ്മളെ ബോധവൽക്കരിക്കുക. നമ്മളാരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പിന്നെ ഗൗരവ പ്രകൃതിയിലേക്ക് പോകുന്നത്. നമ്മൾ ഇതിനെ നമ്മളെ ആകെ തകിടം മറിക്കുന്നതാണ് ഈ പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏതോ ഘട്ടത്തിൽ യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചു പോവുക. നമുക്ക് പ്രത്യേകിച്ചൊരു ഒന്നുമില്ല, ഒരു റബ്ബുമില്ല, ഒരു മലിക്കുമില്ല, ഒരു ഇലാഹുമില്ല. ഈ വക വിഷയങ്ങളിൽ നിന്നൊക്കെ ഈ മനുഷ്യനെ പുറത്ത് ചാടിക്കുക. അതിന് പുരോഗമനത്തിൻ്റെ പേരും സയൻസിൻ്റെ പേരും ഒക്കെ ഉപയോഗിക്കുക. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി ഈ മനുഷ്യനെ വിസ്മരിപ്പിക്കുക, മനുഷ്യനാണ് എന്നുള്ളതിൽ നിന്ന് വിസ്മരിപ്പിക്കുക. അള്ളാഹു ചെയ്യുന്നത് നമ്മളെ ഈ ബോധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളാരാണ്? അത് അറിയണമെങ്കിൽ നമുക്ക് ഈ സൃഷ്ടിച്ചു തന്നത് എന്താണെന്നും ഈ ഭൂമി എന്താണെന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇതിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി എന്നാണ്. അതാണ് ഈ മക്കി സൂറകൾ നമ്മളുടെ ആ ഒരു തലത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉപയോഗിക്കുക. മദീനയിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ അതിൻ്റെ പ്രയോഗവൽക്കരണങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നല്ല. ഇനി പറയാം വജഅല ളുലുമാതി വന്നൂർ. ഇതുപോലെ തന്നെ ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ബഹുവചനത്തിൽ പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് നൂറാണ്. ഇത് രാവും പകലും അല്ല. ജഅലൽ ലൈല വന്നഹാറ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ രാവും പകലും തന്നെ പറയും. ഇത് ളുലുമാത്തും നൂറും എന്ന് പറയുമ്പോൾ ഹിദായത്തും ലലാലത്തുകളുമാണ്. ശരിയായ വഴി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് അള്ളാഹു റസൂലിമാരിലൂടെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അതാണ് നൂറ്. എന്നാൽ ഓപ്പോസിറ്റുകൾ, അന്ധകാരങ്ങൾ, വഴികേടുകൾ അത് ധാരാളമുണ്ട്. അത് പല പേരിലും പല രൂപത്തിലും പല കോലത്തിലും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ? ഇപ്പം നമ്മൾ കാണുന്ന നമ്മളുടെ ഒപ്പമുള്ള ജീവികൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. രണ്ടാമതൊരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് മാത്രം ഇങ്ങനെ ഒരു നല്ല വഴിയും പിന്നെ ധാരാളം വഴികേടുകൾ ഉണ്ടാക്കി കൊടുത്തത്? അവിടെയാണ് നമ്മൾക്ക് ഖുർആൻ പറയുന്നത് ലയബ്ലുവന്നക്കും, അതായത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അതായത് ഈ അള്ളാഹു ഈ സൃഷ്ടിച്ച ഈ മനുഷ്യന് സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ട്. അത് മറ്റുള്ളതുപോലെയല്ല. അത് വളരെ ഗൗരവപൂർണമായൊരു സൃഷ്ടിയാണ്, ഒരു യാദൃശ്ചിക സൃഷ്ടിയല്ല. അള്ളാഹുവിന് അബദ്ധം പറ്റിയതല്ല. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. അള്ളാഹുവിന് അബദ്ധം പറ്റിയതല്ല, അള്ളാഹുവിന് അബദ്ധം പറ്റുകയുമില്ല. അത് എവിടേക്ക് നോക്കിയാൽ മതി അബദ്ധം പറ്റില്ല എന്നറിയാൻ?
ഈ ആകാശഭൂമികളിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം എവിടെയെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ഇതിങ്ങനെ നിലനിൽക്കില്ല. ഖലക്ക എന്ന് പറഞ്ഞാൽ ഖലക്ക ഫസവ്വ എന്നും കൂടിയ ഖുർആൻ പറയാം. ഖലക്ക സൃഷ്ടിക്കുക മാത്രമല്ല, അതിനെ തസ്വിയത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേരുന്നതാക്കി എന്നാണ്. ഒന്നൊന്ന് ചേരാത്തതില്ല. അത് ചേരാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. മനുഷ്യൻ സൃഷ്ടിച്ച ആണവ മാലിന്യം എവിടെയെങ്കിലും ചേരാൻ പറ്റുമോ? അത് ചേരുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എവിടെയും ചേരാത്തതില്ല. അതാണ് ഖലഖ ഫസവ്വ എന്ന് പറയുമ്പോൾ ആ തസ്വിയത്ത്, ആ ചേരൽ, അത് വലിയ ആശയങ്ങളുണ്ട്. ഇതിലേക്കൊക്കെ നമ്മൾ ഈ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമുക്കത് അള്ളാഹു വെച്ച് തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുകയോ മൂർച്ച കൂട്ടുകയോ ഒന്നും ചെയ്യാത്തത് അള്ളാഹുടെ കുഴപ്പമില്ല, അത് നമ്മുടെ മാത്രം പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഇതിനൊക്കെ അവഗണിച്ച് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചിട്ട് സംഗതി ഇല്ലാണ്ടാവില്ല ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫാസിസം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കുത്തിരുന്നിട്ട് അതിന് വല്ല കുഴപ്പം പറ്റുമോ? ഇല്ല. കുഴപ്പം പറ്റിയാർക്കാ? ഇല്ല എന്ന് വിചാരിച്ച് കുത്തിരിക്കുന്നവർക്കാണ്. എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറക്ക് നടക്കും. നമ്മൾ ആവശ്യപ്പെട്ടാലും ഇവിടെ വർഷക്കാലം വരും, നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും വരും, ഒക്കെ വരും. നമ്മുടെ ഒന്നും കാര്യങ്ങൾ നമ്മളുടെ തീരുമാനം അനുസരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ തന്നെയും അങ്ങനെയാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ചില മേഖലയിലല്ലാത്തടത്തൊക്കെ നമ്മൾ തീരുമാനിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നന്ന് എന്നല്ലാതെ അള്ളാഹുവിനൊന്നും പോകാൻ പോണില്ല. നമ്മളിതിനെ അവഗണിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് അതിൻ്റെ എൻഡിലെത്തും. അപ്പോൾ അതിൻ്റെ മുമ്പ് രക്ഷപ്പെടാൻ പറ്റുന്നവർക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അവഗണിച്ച് പോകുന്നവർക്ക് അങ്ങനെ പോവുകയും ചെയ്യാം. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോവാം. പക്ഷേ ഈ പോക്കിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതാണ് ആ ദുലുമാത്തും അതും സൃഷ്ടിച്ചു. സുമ്മല്ലദീന കഫറൂ ബി റബ്ബിഹിം യഅദിലൂൻ എന്ന് പറയുന്നതാണ്. എന്നിട്ടും അവർ ഈ അള്ളാഹുവിന് പിന്നെയും പകരക്കാരെ അന്വേഷിക്കുന്നു. ഇതെവിടൊക്കെ അന്വേഷിക്കുക? റുബൂബിയത്തിൽ അന്വേഷിക്കും. റുബൂബിയത്തിൽ പകരക്കാരെ അന്വേഷിക്കും, മുലൂക്കിയത്തിൽ പകരക്കാരെ അന്വേഷിക്കും, ഉലൂഹിയത്തിൽ പകരക്കാരെ അന്വേഷിക്കും. ഇതാണ് ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. റുബൂബിയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിച്ചതിലൊക്കെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. കാരണം ഈസാ നബി അള്ളാഹുടെ മോനാണ്. ഒരേപോലെ അധികാരാവകാശങ്ങളുള്ള ഇലാഹാണ് ഈസാ നബി. അള്ളാഹു എങ്ങനെയാണോ, പിതാവ് എങ്ങനെയാണോ, അതുപോലെ തന്നെയാണ് പുത്രനും, അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും. അപ്പോൾ റുബൂബിയത്തിൽ പങ്കുകാരുള്ളവരുണ്ട്. മുലൂക്കിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ധാരാളമുണ്ട്. കാരണം അള്ളാഹു ഇങ്ങനെ സൃഷ്ടിക്കൊക്കെ ചെയ്ത് അംഗീകരിക്കുന്നവരും ഈ ഭൂമിയിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കണം എന്നുള്ളതിൽ അള്ളാഹു പ്രത്യേകിച്ച് ഇടപെട്ടൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാർ ധാരാളമുണ്ട്. ഇനി അങ്ങനെ അതും കൂടി തത്വത്തിൽ അംഗീകരിക്കുന്നവരും പ്രയോഗത്തിലേക്ക് വരുമ്പോൾ ഈ ജീവിതം വേറെ പലർക്കും സമർപ്പിക്കുന്നവരുണ്ട്. അതാണ് ഉലൂഹിയത്തിലെ ശിർക്ക്. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ ഏകദൈവ വിശ്വാസികളാണെന്നൊക്കെ പറയും. വേറെ ചില മേഖലകളിൽ ഈ ശിർക്ക് ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് സുമ്മല്ലദീന കഫറു. ഇത് പറയുന്നത് ആരോടാ? മക്കയിലെ മുശ്രിക്കുകളോടാണ്. മക്കയിലെ മുശ്രിക്കുകളോട് എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെയും അവൻ്റെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനൊക്കെ അംഗീകരിക്കണവർ തന്നെയാണ്. പക്ഷേ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയും. അത് നമ്മളുടെ അവസ്ഥയിലേക്ക് വെച്ച് നോക്കിയാൽ, നമ്മൾ വായിച്ചാൽ അതും അങ്ങനെ തന്നെയാണ്. പറയുമ്പോഴൊക്കെ ഏകദൈവ വിശ്വാസം ഒക്കെ വളരെ കൃത്യമായി പറയും. പക്ഷേ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ ആകെ തകിടം മറിഞ്ഞിട്ടുണ്ടാവും. പ്രയോഗത്തിലാണെങ്കിലും തത്വത്തിലാണെങ്കിലും കാര്യം ശിർക്ക് തന്നെയാണ്. അതാണ് ഇനി ആ വിഡ്ഢിത്തം, അതായത് അള്ളാഹുവിന് പിന്നെയും പകരക്കാരെ ഉണ്ടാക്കുന്ന ആ വിഡ്ഢിത്തത്തിന് ശേഷം അതിനെ കൂടുതൽ തെളിയിപ്പിക്കുകയാണ്. ഹുവല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ തീനിൻ, മണ്ണിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുക പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അതല്ലെങ്കിൽ ഭൂമിയിൽ ഈ മണ്ണിലില്ലാത്ത ഒന്നും നമ്മളിലില്ല, ഒരു ധാതുക്കളുമില്ല. അതല്ലെങ്കിൽ ഈ മണ്ണിലാണ് നമ്മുടെ ജീവിതം
പടുത്തുയർത്തുന്നത് ഒക്കെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സുമ്മ കള അജല, പിന്നെ ഒരു അവധിയും നിശ്ചയിച്ചു എന്നാണ്. ഈ മണ്ണിൽ ജീവിക്കുന്ന ആരാണെങ്കിലും മരിക്കണം, ആരാണെങ്കിലും മരിക്കും. അത് വാസ്തവത്തിൽ ഒന്നാമത്തെ നമ്മുടെ വലയാണ്. അതായത് ഒരു വലയത്തിനകത്താണ് നമ്മൾ ഇവിടെ കാലാകാലം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മരിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മരണത്തിനെ എല്ലാവരും അംഗീകരിക്കുന്നു. കാരണം വേറെ അതിൻ്റെ മുന്നിൽ മാർഗമൊന്നുമില്ല, അതിൻ്റെ ഒരു മാർഗമില്ല. ഇത് ചിലപ്പോൾ നമ്മൾക്ക് ഇനി കുറേയും കൂടിയൊക്കെ വിശാലമായി ചിന്തിച്ചാൽ ഈ ഭൂമി വിട്ടിട്ട് ജീവിച്ചു പോകാനൊക്കെ ഇപ്പോൾ ഭയങ്കര ശ്രമങ്ങളുണ്ട്. ഭൂമി വിട്ടിട്ട് പോവാൻ പലയിടത്തും പോയി താമസാക്കാം, അങ്ങനെ പല ആശയങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് അനവധി വർഷങ്ങളൊക്കെ ഉള്ള പദ്ധതികളാണ് ഇപ്പോൾ ഈ നടക്കണമൊക്കെ. പക്ഷേ ആ കള അജലം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ടൊന്നും പോവില്ല എന്നുള്ളത് കൂടി ചിലപ്പോൾ ആശയമാവും. അതായത് പല തലത്തിൽ നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ പല തലത്തിലേക്ക് പോവാം. അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരവധിയാണ് മരണം. ഏതായാലും മരണം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നൊരു സാധനമാണ്. ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അജലും മുസമ്മൻ എന്തഹു, അതുപോലെ തന്നെ നമുക്ക് അത്ര പ്രത്യക്ഷ അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരവധിയുണ്ട്. അജല് എന്ന് പറയുമ്പോൾ ഖുർആൻ 3 രൂപത്തിൽ പ്രയോഗിക്കും. ഒന്ന് നമ്മളുടെ ഈ മരണം തന്നെ, മറ്റൊന്ന് ഒരു സമൂഹം അതിൻ്റെ ധാർമ്മികതയുടെ എല്ലാ പരിധികളും വിടുമ്പോൾ അതിനെ നശിപ്പിക്കുന്നതിനും ഒരു അജലാണ്. ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിനെ പോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിനെ നശിപ്പിച്ചതുപോലെ അതൊരജലാണ്. ഇനി മറ്റൊരജല് നമ്മളുടെ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മറ്റൊരു അജലാണ്. ഇത് 3 അജലാണ്. അതായത് 3 വലയത്തിനകത്താണ് നമ്മളുള്ളത്. നമുക്ക് എവിടേക്കും പോകാൻ കഴിയില്ല. ഈ വലയത്തിനകത്ത് നമ്മൾ ബന്ധിതരാണ്. അതിൻ്റെ അകത്തുള്ള പരിപാടി മാത്രമേ നടക്കുള്ളൂ. സുമ്മ അൻതും തംതറൂൻ കണ്ട ഇവിടെ എന്നിട്ടും നിങ്ങൾ ഇനി സംശയിച്ച് നിൽക്കുന്നു. അതായത് നമ്മളിതൊക്കെ നമ്മളുടെ ബുദ്ധിയും യുക്തിയും ഭാവനയും വെച്ച് അറിഞ്ഞാൽ മാത്രം മനസ്സിലാവും. നമുക്ക് വേറെ എവിടേക്കും പോകണ്ട. ഒരു പുസ്തകവും നമ്മൾ വായിക്കണ്ട, ഒരു പുസ്തകവും നമ്മൾ വായിച്ചടങ്ങാറാവണ്ട. നമ്മളുടെ മുന്നിൽ നിരന്ന് കെട്ടുക്കുന്ന തെളിവുകളാണ് ഇതൊക്കെ. എന്നിട്ടും നിങ്ങൾ ഇംതിറാ എന്ന് പറയും. ഖുർആൻ പല വാക്കുകൾ ഉപയോഗിക്കും. സംശയം എന്നുള്ള മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഷെക്ക് ഉപയോഗിക്കും, ഇംതിറാ ഉപയോഗിക്കും, പിന്നെ വേറൊരു വാക്ക് കൂടിയുണ്ട്. ആ 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇംതിറാ റൈബ് ഉപയോഗിക്കും. വൈൻ കുന്തും ഫി റൈബിൻ കണ്ട. ഇംതിറാ എന്ന് പറയുമ്പോൾ നമ്മൾ സന്ദേഹത്തിന് വേണ്ടിയുള്ള സന്ദേഹം. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലൊക്കെ കൂടുതൽ ഈ വക വിഷയങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ വെച്ചാൽ ഇംതിറാ ആണ്. മറ്റുള്ളവരിൽ സന്ദേഹം ഉണ്ടാക്കാനും തർക്കത്തിനും കുതർക്കത്തിനും വേണ്ടി നമ്മൾ ഈ ഖുർആൻ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളല്ല. അതായത് ഒരുപാട് ആശയങ്ങളുടെ ഉള്ളിൽ ഒരു ആശയം കൊണ്ടാക്കുക എന്നുള്ളതല്ല. അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശമെങ്കിൽ ഈ ഖുർആൻ അവതരിക്കേണ്ടത് മക്കയിലല്ല, അത് റോമിലോ ഗ്രീസിലോ അതല്ലെങ്കിൽ ചൈനയിലോ ഇന്ത്യയിലോ അങ്ങനത്തെ കൊടുത്ത് അത് അവതരിക്കേണ്ടത്. കാരണം അവിടെ ധാരാളം ആശയങ്ങളുണ്ട് ഈ വരുന്ന കാലത്ത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കിയാൽ ദ്വൈതമുണ്ട്, അദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ മക്കയിൽ ഇതൊന്നുമില്ല. മക്കയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവരുടെ ജീവിതമാണ് അവരുടെ കയ്യിലുള്ളത്. ആ ജീവിതത്തിനെ മുന്നിൽ നിർത്തിയാണ് അള്ളാഹു സംസാരിക്കുന്നത്. നമ്മളും സംസാരിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ പഠിച്ചു വെച്ച ഒരുപാട് തിയറി ആയിട്ടല്ല ഈ ഖുർആൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത്. ഖുർആൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത് നമ്മളുടെ പച്ചയായ ജീവിതവുമായിട്ടാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മാത്രമേ ഈ ഖുർആൻ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവൂ. നമ്മൾ കണ്ടമാനം ആശയങ്ങൾ വെച്ചിട്ട് ആ ആശയത്തിൽ ഇടക്ക് ഒരാശയമല്ല ഖുർആൻ. അത് ഡയറക്റ്റ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുന്ന വാക്കിനാണ് ഈ ഇംതിറാ എന്ന് പറയുന്നത്. അതായത് വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പറച്ചിലുകളുണ്ടല്ലോ, അത് പലർക്കും വാദിച്ച് ജയിക്കുക. അത് അയാളുടെ ഓർമ്മശക്തിയും അയാൾ ആർജിച്ച വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള. ഇത് നമ്മുടെ ജീവിതം, ഇത് വാദിച്ച് ജയിക്കാനുള്ളതല്ല. അതുതന്നെയാണ് മക്കയിൽ ഖുർആൻ അവതരിച്ചതിൻ്റെ വലിയ ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ അതാണ് സുമ്മ അൻതും തംതറു. ഇതൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ടുള്ളൊരു വർത്തമാനം പോലെ ഖുർആൻ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നത് എന്ന്
അള്ളാഹു ചോദിക്കുന്ന എങ്ങനെയാണ് മനുഷ്യരായ നിങ്ങൾക്ക് ഇത്രമാത്രം ശേഷികൾ നൽകപ്പെട്ട, ഇത്രമാത്രം സൗകര്യങ്ങൾ നൽകപ്പെട്ട ഒരു ഭൂമി, വേറെ ഒരു തുല്യതയില്ലാത്ത, ലോകത്തൊന്നും ഒരു തുല്യതയില്ലാത്ത ഒരു ഭൂമി സൃഷ്ടിച്ച് അതിൻ്റെ ഖലീഫയാക്കി വാഴിച്ച നിങ്ങളെങ്ങനെ ഈ മൃഗങ്ങളെക്കാൾ താഴെ പോകുന്നത്? നാം അതെങ്ങനെയാവുന്നത്? ആ വക ചോദ്യങ്ങൾ, അതാണ് ഈ അത്ഭുതം കൂറിയുള്ള പോലെയുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ മനുഷ്യരോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ, മനുഷ്യർക്ക് മാത്രമേ ഇതിനോട് പ്രതികരിക്കാൻ പറ്റൂ. അതായത് ഖുർആൻ മനുഷ്യരോട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ, ഖുർആനോട് പ്രതികരിക്കാനും മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ ഈ രൂപത്തിൽ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ അർദ്, ഈ ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല. ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കലല്ല ഇതിൻ്റെ ആശയം, അള്ളാഹു ഏകനാണെന്ന് സ്ഥാപിക്കലാണ്, അള്ളാഹു മാത്രമാണെന്ന് സ്ഥാപിക്കലാണ്. ഉലൂഹിയത്ത് അല്ല, അള്ളാഹുവിൻ്റെ ഉണ്ട് എന്നുള്ള വിഷയമല്ല. കാരണം അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ അള്ളാഹു മാത്രമാണ്, അതാണ് നമ്മൾ തൗഹീദ് എന്ന് പറയാം. ഈ തൗഹീദ് സ്ഥാപിക്കലാണ്. യഅലമു സിർറക്കും, ആകാശങ്ങളിലും ഭൂമിയിലും ആരാണോ അള്ളാഹു അത് തന്നെയായിരിക്കണം നിങ്ങളുടെയും അള്ളാഹു എന്നാണ്. അതുതന്നെ ആ അള്ളാഹു തന്നെയായിരിക്കണം നിങ്ങളുടെയും അള്ളാഹു. യഅലമു, ആ അള്ളാഹു അറിയും, സിർറക്കും വജഹ്റക്കും, നിങ്ങളുടെ രഹസ്യങ്ങളും അറിയും പരസ്യങ്ങളും അറിയും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യങ്ങളുമില്ല പരസ്യങ്ങളുമില്ല. അതൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കാണ് പരസ്യമുള്ളത് രഹസ്യമുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചോ ഒക്കെ ഒന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ അറിവ് കൂടില്ല കുറയില്ല, അതൊക്കെ എന്നും ഒരേപോലെയുള്ളതാണ്. നമ്മളുടെ അങ്ങനെയല്ല, നമുക്ക് പല മാറ്റങ്ങളൊക്കെ ഇടക്കിടക്ക് ഇതിൽ വരും. വയഅലമു മാ തക്സിബൂൻ, ഈ രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒക്കെയും നമ്മളുടെ അടുത്ത ലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. അതിൽ നിന്നൊന്നും വിട്ടുപോകാൻ പറ്റില്ല. അതാണ് വൽ അസ്ർ എന്ന് പറയുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്നത്. ഈ ചീത്താണെങ്കിലും നല്ലതാണെങ്കിലും ഈ പിഴിഞ്ഞെടുത്ത് കൊണ്ടുപോകുന്ന ഈ സത്തുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ കസ്ബ് എന്ന് പറയുന്നത്. അത് ഇവിടെ വെച്ച് പോകാനൊന്നും പറ്റില്ല, അത് കൊണ്ടുപോയേ പറ്റുള്ളൂ. അത് പരലോകത്തേക്കുള്ള, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത്. അള്ളാഹു ആവശ്യക്കാരനല്ല, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ മാസമൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു ആവശ്യക്കാരനല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന് കൊണ്ടുപോയി കാഴ്ച വെക്കാമെന്ന് പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ല. അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹു നിശ്ചയിച്ച പരിധിയിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കൂട്ടാനും പറ്റില്ല കുറക്കാനും പറ്റില്ല. അപ്പോൾ ഈ മാസമൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രത്യേകം നമ്മളുടെ ശ്രദ്ധയിൽ വേണ്ടതാണ്. കാരണം കൂട്ടി ചെയ്താലും അത് നമ്മുടെ കസബാവും, തിന്മയുടെ കസബാവും. കുറച്ച് ചെയ്താലും അങ്ങനെ തന്നെ ആവും. അള്ളാഹു നിർബന്ധമാക്കിയ നിർബന്ധം, അള്ളാഹു ഐച്ഛികമാക്കിയ ഐച്ഛികം, അത് അവിടെ നിൽക്കണം. അതിൻ്റെ അപ്പുറം ഇത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറേയും കൂടി അള്ളാഹുവിനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അള്ളാഹു ആവശ്യക്കാരനായിരിക്കണം. അത് അള്ളാഹുവിൻ്റെ ആ പരമാധികാരത്തെ നിഷേധിക്കുന്ന സംഭവമാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവൃത്തിയിൽ അതാണ് സംഭവിക്കുക. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ തക്സിബു എന്ന് പറയുമ്പോൾ. ഇനി വമാ തഅ്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാത്തി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ, അത് കൊടുത്തിട്ടുണ്ടോ, പ്രവാചകന്മാരിലൂടെ അത് എത്തിച്ചിട്ടുണ്ടോ, അത് എല്ലാ സമൂഹവും ഇല്ലാ കാനു അൻഹാ മുഅ്റിദീൻ, അതിനോട് അവഗണനാപൂർവമായ ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളും അങ്ങനെ തന്നെ, നമ്മളിപ്പോൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അവഗണിക്കുക, പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാഞ്ഞാൽ അതിൻ്റെ പേരാണ് അവഗണന. അതേ അവഗണന തന്നെയാണ് ഇസ്തിഹ്സാ, പരിഹസിക്കുക എന്ന് പറയുന്നത്. ഒരു സാധനത്തിന് നമ്മൾ ആളുകളെ വാക്കുകൊണ്ട് കളിയാക്കൊന്നും വേണ്ട. നിലപാടുകളിൽ ഈ പ്രശ്നമുണ്ടായാൽ അത് പരിഹാസമായി, അത് അവഗണനയുമായി. അതാണ് നമ്മൾ ദീനിനോട് കാണിക്കുന്നത്. ഇതേ പരിപാടി നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് കാണിക്കണമെങ്കിൽ അത് മനസ്സിലാക്കണം. ഭൗതിക ജീവിതത്തിനോട് നമ്മൾ ഈ നിലപാടൊന്നും കാണിക്കുന്നില്ല. ഭൗതിക ജീവിതത്തിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരിഗണിച്ചിട്ടേ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്
ഇനി ഭൗതിക ജീവിതത്തിനെയും പരിഗണിക്കാത്ത ഒരാൾ പിന്നെ മറ്റേ ജീവിതത്തിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഒട്ടും ഉണ്ടാവില്ല. ഭൗതിക ജീവിതത്തിന് നമ്മൾ എല്ലാ സമയവും നമ്മൾ കൊടുക്കും. അതിൽ നിന്ന് ബാക്കി വല്ലതും പ്രത്യേക പണിയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മളിതിന് കൊടുക്കാറ്. അത് മനസ്സിലാക്കണം. നമ്മളുടെ നിലപാടുകളിലെ കസുബാണെന്ന്. നമ്മളത് സമ്പാദിക്കുകയാണ്. എന്ത്? അള്ളാഹുവിനോടുള്ള അവഗണന, ഈ ദീനിനോടുള്ള അവഗണന നമ്മൾ സമ്പാദിച്ചു കൊണ്ടുപോവുകയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് മതി ചോദിച്ചാൽ അള്ളാഹു ആവശ്യക്കാരനാ? അല്ല. അതാ അള്ളാഹു ആവശ്യക്കാരനാക്കിയിട്ട് നമ്മൾ ഈ ദീൻ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആവശ്യക്കാരനായിട്ട് പോകണം അതിൻ്റെ. അത് നമ്മൾ എല്ലാ കാര്യത്തിലും അതാണ് ജമാഅത്ത് നമസ്കാരത്തിലൊക്കെ ശരിക്ക് അതാണ് വരുന്നത്. പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അതാ വരണത്. എനിക്ക് ഒഴിവുണ്ടെങ്കിൽ, എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ, നേരത്തെ കിടന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിൻ്റെ ബാധകമല്ല. അള്ളാഹുവിനാണ് നിങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. അതിലിടക്ക് പോണതിലിടക്ക് നിങ്ങൾ മരിച്ചാലും ശരി. അതാണ് ഇതിൻ്റെയൊക്കെ മർമ്മം എന്ന് പറയുന്നത്. അത് ഏറ്റവും എല്ലാ ദിവസവും ആ ദിവസത്തിൻ്റെ എല്ലാ പോയിന്റുകളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു സംഭവമാണ് അതാണ്. അതാൻ കേട്ടാൽ നമ്മൾ പോയിരിക്കണം. ആ വിളിക്ക് നമ്മൾ നമ്മൾ ഉത്തരം കൊടുത്തില്ലെങ്കിൽ അത് അള്ളാഹുവിനെ അവഗണിക്കലാണ്, അള്ളാഹുവിനെ പരിഹസിക്കലാണ്. ഇതൊക്കെ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. കാരണം അങ്ങനെയാണ് ഈ ബുദ്ധിയുടെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനെയും പിടിച്ചെടുക്കും. അത് എത്തി പോകേണ്ട കാന്തം പോലെ, അത് ഇരുമ്പിൻ്റെ എല്ലാ തരികളെയും പിടിച്ചെടുക്കും എന്ന് പറയും പോലെ ഇത് ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിസരത്ത് കൂടെ പോണ എല്ലാ സംഭവങ്ങളെയും അത് പിടിച്ചെടുക്കും. ഇതിനെ നമ്മൾ ഉറക്കിക്കെടുത്തിയാൽ എന്തൊന്നുണ്ടായാലും നമ്മളോട്ട് പിടിച്ചെടുക്കില്ല. ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. കാരണം ഈ മരുഭൂമിയിലുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലക്ക് പൊതുവെ ഒരു ഉണർച്ച ഉണ്ടാവും. അത് നമ്മൾ നഗരജീവിതം ശീലമാക്കിയവരുടെ പോലെ ആവില്ല. കാരണം എന്താ ചോദിച്ചാൽ ഇതിലെവിടെയെങ്കിലും ചെറിയ അശ്രദ്ധ വന്നാൽ അവരുടെ ജീവൻ തന്നെ അവർ ബലി കൊടുക്കേണ്ടി വരും. അത് കടലിലും ജീവിക്കണവരെയും കഥ അങ്ങനെ തന്നെ ആവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിനെ പ്രത്യേകം അള്ളാഹു തിരഞ്ഞെടുത്തിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും അവരുടെ ആ നിഷേധം നോക്കൂ, ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള. അപ്പോൾ എത്രമാത്രം ശക്തി ഉണ്ട് അതിന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നിട്ട് ഇതിനൊക്കെ നിഷേധിക്കാനുള്ള ആ താല്പര്യത്തിന് എത്രമാത്രം ശക്തിയുണ്ട്. നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ ഇപ്പം നഗരജീവി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആളുകളാണ്. നമ്മൾ ഈ ബുദ്ധീനൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ അതിനെ ഒരു പരുവാക്കിയേക്കണം. അതിനെ നമ്മൾ തെളിയിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാലേ ഈ ഖുർആൻ പറയുന്ന പല കാര്യങ്ങളോടും നമുക്ക് പ്രതികരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതൊരു ചവിട്ടി കൂടെ കേട്ടിട്ട് വേറൊരു ചവിട്ടി കൂടെ അങ്ങ് പോകും. അങ്ങനെ അവരോട് പറയാണ് കത് കദ്ദബു, ഇവരും കളവാക്കി. ഈ മക്കയിലെ ആളുകൾ ബിൽ ഹക്ക്, ഈ യാഥാർത്ഥ്യം ലമ്മാ ജാഅഹും, അത് അവർക്ക് വന്നപ്പോൾ. എല്ലാ സമൂഹങ്ങളും ചെയ്യുന്ന പരിപാടി തന്നെ ഇവരും ചെയ്തു. പക്ഷേ ഫസൗഫ യഅ്തീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നമ്മൾ ഈ സമൂഹങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ സമൂഹങ്ങളും വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ, പ്രഭാതം പോലെയാണ് എല്ലാ സമൂഹങ്ങളും തുടങ്ങിയത്. ആദം നബിയുടെ തുടങ്ങിയത്, നൂഹ് നബി തുടങ്ങിയത്, ലൂത്ത് നബി, എല്ലാവരും ഈ ഓരോ സമൂഹത്തിനെ നശിപ്പിച്ചിട്ട് അടുത്ത സമൂഹം തുടങ്ങുന്നത് ഈ പ്രഭാതത്തിലാണ്. പക്ഷെ എന്താ ഉണ്ടാവുന്നത്? ചന്ദ്രമാസം പോലെ അത് തുടങ്ങി പൂർണ്ണതയിലെത്തി അമാവാസിയാവുന്ന അവസ്ഥയാണ് എല്ലാ സമൂഹം. ആ അമാവാസിയിലാണ് ഈ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്. അമാവാസി ചന്ദ്രകല പോലെ നമ്മൾക്കതിനെ ഫോളോ ചെയ്താൽ, അതായത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ എടുത്തുകൊണ്ട് അള്ളാഹു നമുക്കിത് ഇങ്ങനെ വർണ്ണിച്ചു തരും. എന്നിട്ട് പറയും, കണ്ട് നമ്മൾ ആദ്, സമൂദ്, ഫറോവ. ആദിനെക്കുറിച്ച് പറയും ദാത്തുൽ ഇമാദ്, സമൂദിനെ കുറിച്ച് പറയുമ്പോൾ ജാബു സഹ്റ ബിൽ വാദ്, ഫിർഔനിനെ കുറിച്ച് പറയുമ്പോൾ ദിൽ ഔത്താദ്. എന്താ ഇത് അർത്ഥം വെക്കണത്? അതായത് പുരോഗതിയുടെ അങ്ങേ തലക്കിലെത്തിയ സമൂഹങ്ങളവർ,
പുരോഗതിയുടെ ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പിച്ച വലിയ സ്തൂപങ്ങൾ ഉണ്ടാക്കി കോളം കെട്ടിയിട്ടൊക്കെ വാർക്കുന്ന പണി അവരാണ് ഇത്രയും തുടങ്ങിയത് ഉണ്ടാക്കൽ. ജാബു സഹറ ബിൽ വാദ്, നമ്മളുടെ ഈ പണി എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അടക്കി വെച്ചിട മാതിരിയല്ല. ജാബു സഹറ ബിൽ വാദ്, മലകൾ തുറന്ന് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട്. ഫറോവ ദിൽ ഔത്താദ്, ആണിങ്ങനെ പിടിച്ച പോലെ പിരമിഡ് നിൽക്കണ നമ്മൾ കാണുന്നില്ലേ? എത്ര ടണ്ണ് കണക്കിന് ഉള്ള കല്ലുകളാണ് അതിൻ്റെ മുകളിൽ കൊടുത്ത് അടക്കി വെച്ചിരിക്കണത്. 2.5 ടണ്ണൊക്കെയാണ് ഇത്ര ഒരു കല്ലിൻ്റെ ഭാരം. അത് 800-900 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. ആര് എങ്ങനെ? അതായത് ഭയങ്കര ശക്തിയും പവറും സാങ്കേതിക വിദ്യയും ഒക്കെ ഒത്തിണങ്ങിയ ആ സമൂഹങ്ങൾ പിന്നെന്തിനെ നശിച്ചു എന്നുള്ളൊരു ചോദ്യമില്ലേ? പിന്നെന്തിനാ നശിച്ചത്? ആ ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് വേണമെങ്കിൽ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയാം. പ്രകൃതി ദുരന്തത്തിൽ അവരുടെ ഈ സാധനങ്ങളൊന്നും നശിച്ചു പോയിട്ടില്ല. പ്രകൃതി ദുരന്തമല്ല, പ്രകൃതി ദുരന്തം അവരുടെ പ്രവാചകന്മാർ വന്നിട്ട് അവർക്ക് ഇത് ഇങ്ങനെ ആവുമെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതാദ്യം തീരുമാനിക്കപ്പെടണ്ടേ? വേണ്ടേ പറഞ്ഞു കൊടുക്കണമെങ്കിൽ? അപ്പോൾ അവരുടെ അതിനൊക്കെ കുറിച്ച് അതിലേക്കൊക്കെ ഉള്ള സൂചനകളാണ് അള്ളാഹു നമുക്ക് തരുന്നത്. ഇവർക്കും ഇതാ വരാൻ പോകുന്നു. അപ്പോൾ സൗഫ യഅ്തീഹിം അംബാഉ മാ കാനൂ യസ്തഹ്സിഊൻ, ഇവർക്കും ഇതാ അവർ എന്തൊന്നിനെയാണോ പരിഹസിച്ചത് ആ വിവരം വരാൻ പോകുന്നു. ഹിജ്റക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അവരിങ്ങനെ പടിപടിയായിട്ട് ഇല്ലാണ്ടായി. റസൂലിനെ എതിർത്തവരൊക്കെ പണി കഴിഞ്ഞ്. ഇനി നമുക്കും നമ്മളിലേക്ക് നീട്ടിവെച്ചാൽ നമുക്കും അത് തന്നെ ഉണ്ടാകുക. നമ്മളും ഇപ്പം എന്താ ഉണ്ടാവുന്നത്? ഇപ്പം കേരളം അതീവ സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നതല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പോഴോ ഇപ്പം കേരളത്തിൽ എവിടെയെങ്കിലും വർഷകാലത്ത് ജീവിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ? അതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വ ഖാലൽ ഇൻസാനു മാലഹ. ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മനുഷ്യങ്ങനെ ചോദിക്കുന്നു. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വിവരങ്ങൾ പറയും എന്ന് പറയണില്ലേ? ഭൂമി ഏത് ഭൂമി അന്ന് അതിൻ്റെ വിവരങ്ങൾ വിളിച്ചു പറയാത്തത്? കുറച്ച് കാലം കൊണ്ട് ഭൂമി എന്താവുമെന്ന് അതിനെപ്പറ്റി പഠിക്കണവരൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരിക. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ആര്? ഈ മനുഷ്യർ ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ എന്താ? പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പ്രതികരിക്കുന്നില്ല. നമുക്കിന്നിപ്പോൾ എല്ലാ വർത്തമാനം പോലെ ഒരു തിയറി മാത്രമാണ് ഈ ഖുർആൻ. അങ്ങനെയല്ല, നമ്മളുടെ ജീവിതമാണ് ഇതിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവെക്കണം. നമ്മളുടെ യാഥാർത്ഥ്യങ്ങൾ പുസ്തകങ്ങളോ കിതാബുകളോ ഒന്നുമല്ല. അതൊക്കെ അതിൻ്റെ പാട്ടിന് അവിടെ ഇരുന്നോട്ടെ. നമ്മളുടെ ജീവിതവും നമ്മൾ ഈ കാണുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഈ ഖുർആനെ സമീപിക്കുക. എന്നിട്ട് ഈ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നോക്കുക. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പല തർക്കങ്ങളിൽ പെട്ടുള്ള ഒരു തർക്കമായിട്ട് ഇതങ്ങനെ പോവാം. എന്നിട്ട് അവരോട് ചോദിക്കുക, അലം യറൗകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, എത്ര നാടുകളെയാണ് നശിപ്പിച്ചത്? കാരണം ഇവർ കച്ചവടക്കാരാണ്. ഈജിപ്ത്, യമൻ, സിറിയ, അങ്ങനെ ഇറാഖ്, ഈ നാടുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇവർ ഈ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ അവശിഷ്ടങ്ങൾ അന്നുണ്ട് ഇന്നുണ്ട്. അതൊക്കെ അവർ കാണുന്നും അറിയുന്നുണ്ട്. അവരുടെ സമൂഹത്തിൽ കവിതകളായിട്ടും കഥകളായിട്ടും അവർക്കിതറിയാം, ഒക്കെ അറിയാം. അവർക്ക് മക്കന്നാഹും ഫിൽ അർളി, അവർക്ക് ഞാൻ അവരുടെ നാട്ടിൽ ഭൂമിയിൽ അധികാരം കൊടുത്തു. മാലൻ നുമക്കില്ലക്കും, നിങ്ങൾക്കൊന്നും നൽകാത്ത അധികാരം. നിങ്ങൾക്ക് എന്താ തന്നിക്കണത്? നിങ്ങൾക്കൊന്നുമില്ല. ഒരു രാജ്യമെന്ന് പറയാൻ പോലുള്ളത് നിങ്ങളില്ല. ഒരു രാജ്യമില്ല. നിങ്ങൾ ജസ്റ്റ് കച്ചവടക്കാരാണ്. വേറെ ഒന്നുമല്ല. നിങ്ങൾ പറയപ്പെടാൻ പറ്റിയ ഒരു രാജാവ് പോലും നിങ്ങൾക്കില്ല. മറ്റോരൊന്നും അങ്ങനെയല്ല. മറ്റൊരു വലിയ ദേശീയതകളും വലിയ അധികാരങ്ങളും കൈകാര്യം ചെയ്തവരാ ആ നശിപ്പിക്കപ്പെട്ടവർ. ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പേ, ഇവരോട് ഈ പറയുന്ന കാലത്ത് ഒരു 50 കൊല്ലം മുമ്പേ ആ അബ്രഹാത്തിന് അള്ളാഹു ആ കഅബ നശിപ്പിക്കാൻ അനുവാദം കൊടുത്ത അവരിപ്പോൾ ഈ ജീവിക്കുന്ന ഹറമുണ്ടാവില്ല, അവരുണ്ടാവില്ല. ജസ്റ്റ് അള്ളാഹു ഒന്ന് അനുവാദം കൊടുത്താൽ മതിയെന്ന്. അതൊക്കെ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. അർസൽന സമാ അലൈഹിം മിദ്റാറ, ആ വിഭാഗത്തിന് ആകാശത്തിന് അള്ളാഹു അങ്ങോട്ട് തുറന്നു കൊടുക്കുകയായിരുന്നു. കാലാവസ്ഥയായും മഴയായും വെയിലായും ചൂടായും പുഴകളായിട്ടൊക്കെ. അതായത് അവരില്ലായ്മ കൊണ്ടല്ല നശിച്ചു പോയതെന്ന്.
ഇല്ലായ്മ കൊണ്ട് നശിച്ചു പോയതല്ല, സമ്പത്തിൻ്റെ ആധിക്യത്തിലാണ് ഈ കൂട്ടരൊക്കെ നശിപ്പിക്കപ്പെട്ടത്. സമ്പത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പണത്തിൻ്റെയും. നമ്മളും ഈ പോക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഇതൊന്നും ഇല്ലായ്മ കൊണ്ട് നശിപ്പിക്കപ്പെട്ട, ഇല്ലായ്മ കൊണ്ടല്ല ഈ സമൂഹങ്ങളൊന്നും നശിപ്പിക്കപ്പെട്ടത്. നമ്മൾ ഈ നശിപ്പിക്കപ്പെട്ട ഏത് സമൂഹത്തിനെ എടുത്തു നോക്കിയാലും അത് അതിൻ്റെ പാരമ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാ ഖുർആൻ പറയുന്നത്, ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചാൽ അവരുടെ സമ്പന്നർക്ക് ഞാൻ ആജ്ഞ നൽകുന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ആ പാരമ്യത്തിൽ അള്ളാഹു അങ്ങോട്ട് അയച്ചു വിടും, പോണോടത്തോളം അങ്ങോട്ട് പോട്ടെ എന്ന്. ചൂണ്ടയമ്മ മീൻ കൊത്തിയ മതിരിയാണ്. എന്നിട്ട് പിടിക്കുക ചെയ്യുക, പിന്നെ അവർക്കൊന്നും ബാക്കി ഉണ്ടാവില്ല. അഹ്ലക്നാഹും ബിദുനൂബിഹിം, അവരുടെ ഒന്നും ഇല്ലായ്മ കൊണ്ടല്ല പിടിച്ചത്, അവരുടെ തിന്മ കൊണ്ടാണ്. അൻശഅന, അങ്ങനൊക്കെ പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായാ വലാ യഖാഫു ഉഖുബാഹ, അള്ളാഹുവിൻ്റെ കോൺസിക്വൻസ് ഒന്നും ഇപ്പോൾ ഈ സമൂഹം കണ്ട് ഇല്ലാണ്ടായി പോയാൽ എന്താണെന്നും അള്ളാഹിനെ പറ്റി വിഷയമല്ല. അൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, ഒന്ന് പോയാൽ അതിൻ്റെ അപ്പുറത്ത് അള്ളാഹ് വേറെ ഒന്ന് കൊണ്ട് വളർത്തിക്കൊണ്ടുവരും. അതത്ര തന്നെ, അള്ളാഹുവിനത് അത്രയേ ഉള്ളൂ. ഇനി ഇവരുടെ ചില ചോദ്യങ്ങൾ, അതായത് ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ ഈ അങ്ങനെ അങ്ങോട്ട് കിതാബ് എനക്ക് അവതരിച്ച് എന്നൊക്കെ കണ്ട് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? അത് ഞങ്ങളും കൂടി കാണണ്ടേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ബനൂ ഇസ്രായേലിയർ മൂസാ നബിയോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അരിനല്ലാഹ ജഹ്റ, ഞങ്ങൾക്ക് പരസ്യമായിട്ട് അള്ളാഹുവിനെ കാണിച്ചു തരണം എന്ന് ആരായി പറയണത്? വേദക്കാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവർ മാത്രമല്ല. അപ്പോൾ അതിൻ്റെ മറുപടി കൂടിയായിട്ട് പറയാം, അതൊക്കെ നമുക്കും കൂടി ബാധകമാണ്. നമ്മൾക്കും ചില സന്ദേഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദേഹങ്ങളെ കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അന്നൊക്കെ മാത്രമല്ല. വലൗ നസ്സൽന അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, അതായത് അവർ കാണുക ഒരു കിതാബ് ഞങ്ങൾക്ക് നിനക്ക് എന്താ ഇറക്കാത്തതെന്ന് ഞങ്ങളും കൂടി കാണുന്നേ. ഇത് ഒരു റസൂല് വന്നിട്ട് നിന്നോട് പറയുന്നുണ്ട്, നീ എന്ന് പറയുന്നല്ലാതെ അത് ഞങ്ങൾ വിശ്വസിക്കാമെന്നല്ലാതെ അതുപോരാ, ഞങ്ങൾക്ക് കാണണം. അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയിലേക്ക് പോവാം. ഈ കാണുന്നത് മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ സ്വഭാവമല്ല. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇൽമിലൂടെ കാണപ്പെടാത്തതിലേക്ക് പോകലാണ്. അപ്പം നമ്മൾ ഈ സയൻസ് എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞോളൂ, 150 മില്യൺ കിലോമീറ്റർ അപ്പുറത്താ സൂര്യൻ. ഞാൻ പോയി അളന്ന് നോക്കിയതാ ആണോ? ഒരു റൗണ്ട് ഇട്ടിട്ട് ഭൂമിയുടെ ഒരു സൂര്യൻ്റെ ഒരു വട്ടെടുത്തിട്ട് അതിനൊരു നടുക്ക വരെ ഒരു അപ്പുറത്തേക്ക് അതിൻ്റെ റേഡിയസ് എന്ന് പറയില്ലേ, 7 ലക്ഷം കിലോമീറ്റർ ആണെന്ന് പറയും. ഞാൻ പോയി അളന്ന് നോക്കിയതാ. നമ്മളാരെങ്കിലും ചെയ്തു നോക്കണതാ? അല്ല. അതായത് ഈ മനുഷ്യൻ അറിവിലൂടെ ചില ബോധ്യങ്ങളിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതിനാണ് ഗൈബ്. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് കണ്ടിട്ടല്ല, മലക്കുകളെ കണ്ടിട്ടല്ല. അതുപോലെ തന്നെയാണ് വഹയും. ഇത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് മനുഷ്യന് മാത്രമേ ഈ ഗൈബായ കാര്യങ്ങൾ അറിവിലൂടെ ആർജിച്ച് അതൊരു ബോധ്യമാക്കാൻ കഴിയുള്ളൂ. അങ്ങോട്ട് കയറി ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ പടിയിലേക്ക് കയറി നിൽക്കാതെ ഞാൻ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ഇന്നത്തെ സയൻസുകാർ, ഇന്നത്തെ എത്തീസ്റ്റുകൾ ഇവരൊക്കെ പറയുന്നത് പോലെ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ പോയിന്റിൽ നിൽക്കുക. കാരണം എന്താ ചോദിച്ചാൽ അപ്പുറത്തേക്ക് കയറിയാൽ ഈ മനുഷ്യൻ രക്ഷപ്പെടും. അതിനെ തടഞ്ഞു നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? ശൈത്താൻ്റെ ആവശ്യമാണ്. അതിന് വേണ്ടി ശൈത്താൻ പലതും നിർമ്മിച്ചു കൊടുക്കും. അത് സയൻസിൻ്റെ രൂപത്തിൽ, പുരോഗതിയുടെ രൂപത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഏറ്റുപാടും. പക്ഷെ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഈ ഗൈബിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഗൈബിനെ അംഗീകരിക്കാതെ ഇവിടെ ഒരു സയൻസിനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതും കൂടി മുന്നിൽ വെച്ചിട്ടാ, വലൗ നസ്സൽന അലൈക കിതാബൻ ഫീ ഖിർതാസിൻ, നിനക്ക് ഞാൻ ഒരു കിതാബിനെ ഈ കടലാസിലായിട്ട് അങ്ങനെ ഇപ്പം നമുക്ക് കിട്ടുന്നത് പോലെ ഇതേപോലെ ഇറക്കി തരികയാണെങ്കിലും ഫലമസൂഹു ബിഐദീഹിം, എന്നിട്ട് അവരുടെ കൈകളെ കൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കിയാലും നമുക്ക് ഇതില്ലാണ്ട, നമുക്ക് തൊട്ട് നോക്കണില്ലാണ്ട അല്ല. കാലല്ലദീന കഫറു, നിശ്ചയമായും ഈ കാഫിരീങ്ങൾ, ഈ നിഷേധിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബോധ്യമാകാത്തതൊന്നല്ല, അറിവില്ലായ്മയുമല്ല. അവരുടെ വിഷയം നിഷേധിക്കണം എന്ന് തന്നെയാണ്. അതെന്ത് വെച്ചാൽ അതിലാണ് താല്പര്യങ്ങൾ കെടുക്കുന്നത്, അതിലാണ് സമ്പത്തിൻ്റെ മേലുള്ള അധികാരം കെടുക്കുന്നത്, മറ്റ് രാഷ്ട്രീയ അധികാരം കെടുക്കുന്നത്, സമൂഹത്തിനെ അടക്കി ഭരിക്കാനുള്ളതൊക്കെ കെടുക്കുന്നത് അതിലാണ്.
അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അത് തന്നെ, അത് നേടിയെടുക്കലാണ്. അതിന് എതിരായി നിൽക്കുന്ന ലോകത്ത് ഒരേ ഒരു ശക്തിയെ ലോകാവസാനം വരെ ഉണ്ടാവും, അത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ ഉണ്ടാവുന്നത്. ഇതിനെ എതിർക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും നിലക്ക് ഇതിനെ അംഗീകരിക്കും, ഏതെങ്കിലും തലത്തിലെങ്കിലും അംഗീകരിക്കും. അത് പരിസ്ഥിതിവാദികളാണെങ്കിലും അംഗീകരിക്കും. കാരണം ഇതില്ലാതെ ഈ ഭൂമി ഭരിക്കാൻ പറ്റില്ല. ഭൂമി ഭരിക്കണമെങ്കിൽ ആർക്കാണെങ്കിലും ഇത് വേണം. പക്ഷെ ഭൂമിയുടെ അപ്പുറത്തേക്കും കടന്നിട്ട് ഈ ഭൗതിക ജീവിതം കടന്നിട്ട് പരലോക ജീവിതം കൂടി ഒന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്ലാമിനെ വേർതിരിച്ച് നിർത്തുന്നത്. മുസ്ലിമീങ്ങളുടെ ഒരു ഭാഗം അതിനൊക്കെ അംഗീകരിക്കുമെങ്കിലും ഇസ്ലാം ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അതിലങ്ങനെ വെള്ളം ചേർക്കാൻ പറ്റില്ല. കാരണം ഇത് അള്ളാഹു നിലനിർത്തും, അതാണ് അതിൻ്റെ ഗ്യാരണ്ടി. ആര് നമ്മൾ കൈയൊഴിച്ചാലും ഇത് അള്ളാഹു വെച്ചൊരവധി വരെ, ഒരജലും മുസമ്മ വരെ ഇത് ഇവിടെ നിലനിൽക്കും, ആര് എങ്ങനെ ആയാലും. അത് തന്നെയാണ് എല്ലാവരും കൂടി ഇതിൻ്റെ മെക്കെട്ട് കയറണതിൻ്റെ കാര്യം. ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള. നമ്മൾ അതിനെ അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അത് പോവില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഹാഫിളൂൻ. ഈ ഖുർആൻ ഇവിടെ ഉണ്ടാവും, ഈ ഇസ്ലാമും ഇവിടെ ഉണ്ടാവും. അത് അത്രയും ക്ലിയറും ആയിരിക്കും. എത്രത്തോളം എതിർക്കുന്നോ അത്രത്തോളം അത് ക്ലിയറാവും. എത്രത്തോളം എതിർക്കുന്നോ അത്രത്തോളം ക്ലിയറാവും. അപ്പം നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറ കേട്ട വിവരങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കണത്? അല്ല, അങ്ങനെയല്ല. അവരൊന്നും ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്ത വർത്തമാനങ്ങൾ നമുക്കെന്നറിയാം. അങ്ങനെയാണ്. അത്രയും തെളിച്ചത്തോടെ ഈ ഖുർആനും ഈ ഇസ്ലാമും ഈ ഭൂമിയിലുണ്ടാവും. അള്ളാഹു വിജയിക്കുന്ന, അള്ളാഹു തീരുമാനിച്ച ഒരവധി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിച്ചാലും ഇതൊട്ടൊന്നിട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പോഴും അവർ പറയുന്നത് വെച്ചാൽ ഇൻ ഹാദ ഇല്ലാ സിഹ്റും മുബീൻ. അങ്ങനെ ഒരു കിതാബ് അവരുടെ കയ്യിലേക്ക് ഓരോരുത്തരും കൊടുത്തു നോക്കിയാലും അതൊരു മാജിക്കാണെന്നേ അവർ പറയുള്ളൂ. അത് മുഹമ്മദിൻ്റെ ഒരു മാജിക്കാണെന്ന് പറയും. അത്ര തന്നെ, അത്രേ അതിലുണ്ടാവുള്ളൂ എന്ന്. അല്ലാതെ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, ഈ ഒരു ഭാഗം മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രത്യേക സൃഷ്ടിയുടെ ഈ പ്രത്യേകമായി അള്ളാഹു കൊടുത്തുന്ന ഈ ശേഷികളെ നിഷേധിച്ചാൽ പിന്നെ ഒക്കെ കണക്കന്നെയാണെന്നാണ്, പിന്നെ ഒന്നും ഉണ്ടാവില്ല. വഖാലു, അവർ പറഞ്ഞു, ലൗല ഉൻസില അലൈഹി മലക്കും. ഈ ഒരു മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരു ദൂതൻ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവർണറും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വരുന്നത് പോലെ, നമ്മുടെ രാജാവ് എഴുന്നള്ളുന്നത് പോലെ അതിന് അതിൻ്റേതായൊരു മട്ടം മാതിരിയൊക്കെ വേണ്ടതെന്നാണ്. ഇതൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചോദിക്കുമ്പോൾ അത് കേൾക്കാനും ഉൾക്കൊള്ളാനൊക്കെ ആൾക്കാരുണ്ടാവും. ഇതിങ്ങനെ പറയുമ്പോൾ അത് ശരി തന്നെയല്ലേ അല്ലേ? നമ്മുടെ ഗവർണർ പോകുമ്പോൾ എന്തല്ലാണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ എന്തല്ലാണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ എന്തല്ലാണ്ട് ഇല്ലേ? ഇതിനൊക്കെ വെച്ചിട്ടാണ്. അതായത് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, അള്ളാഹുവിനെ ഈ മനുഷ്യൻ്റെ സ്റ്റാറ്റസിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ കാണുക. അതാണ് ഖുർആൻ പറയുന്നത്. ഈ സൂറയിൽ തന്നെ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുക. അള്ളാഹുവിൻ്റെ ലക്ഷ്യം എന്താണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ്, അതൊന്നും മനസ്സിലാക്കാതെ ഈ മനുഷ്യരുടെ ഈ വട്ടത്തിൽ കെടുത്തിട്ട് കാര്യങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അത് വെച്ചിട്ടുള്ള ചോദ്യമാണ് ലൗല ഉൻസില അലൈഹി മലക്കും. അവരോട് പറയാം, ഇതാരാടാ ഈ പറയണത്? മക്കയിലെ മുശ്രിക്കുകളായ ഈ ഖുറൈശികളായ ഈ വിഭാഗങ്ങളോടാണ്. ഇവരാരാ? ഇവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സന്തതി പരമ്പരകളാണ്. അവർക്ക് ആരാ മലക്ക് എന്നറിയില്ലേ? ആരെ പറഞ്ഞറിയില്ല എന്ന്? അവരുടെ വല്യാപ്പാടെ അടുത്തേക്കല്ലേ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിനെ നശിപ്പിക്കാൻ പോകുമ്പോൾ അവർ വന്ന് എവിടെയാണുള്ളത്? സൂറത്തു ദാരിയാത്തിൽ നമുക്ക് കാണാം. എവിടെയാണ്? ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഅജ്ലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. അതായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വന്നവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇബ്രാഹിം നബി ചോദിക്കുകയാണ്. ഇബ്രാഹിം നബി വിചാരിച്ച് അവർ ഗസ്റ്റുകളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സലാം പറഞ്ഞു വന്നു. സലാം മടക്കിയിട്ട് പറഞ്ഞു, അപരിചിതരാണല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ മുമ്പ് പരിചയമില്ലാത്തവരാണ്.
അതൊന്നും കണക്കാക്കാൻ നിന്നില്ല. അദ്ദേഹം നേരെ കുടുംബത്തിലേക്ക് വലിഞ്ഞിട്ട് മൂപ്പര് ഒരു തടിച്ച പശുക്കുട്ടീനെയൊക്കെ പാകം ചെയ്ത് കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് നീക്കി വെച്ചപ്പോൾ നിങ്ങൾ തിന്നണില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് സംഗതി മനസ്സിലാവുന്നത്. അതായത് ഈ കഥയൊന്നും ഇപ്പോൾ ഈ ഇവരറിഞ്ഞില്ല എന്ന് നമ്മൾ വിചാരിക്കണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരകളാണെന്ന് അഭിമാനിക്കുന്ന ആര്? ഈ മക്കയിലെ ഈ വിഭാഗം അവരാണ്. നേരെ മറിച്ച് ബനു ഇസ്രായേലർ എന്ന് പറഞ്ഞിട്ട് അഭിമാനിച്ച് ബനു ഇസ്രായേലർ, അതായത് യാക്കൂബ് സന്തതികൾ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെയല്ല. ഇവർ ഇസ്മായിൽ സന്തതികൾ എന്നല്ല. ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ യാ ബനു ഇസ്മായിൽ എന്ന് കണ്ടിട്ടുണ്ടാകും? അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പം അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അഭിമാനത്തിന് തന്നെ, അതുകൊണ്ട് തന്നെ അവർക്ക് ചരിത്രമൊക്കെ അറിയാം. 10-20 വാപ്പാമാർ 30 വാപ്പാമാരൊക്കെ പേരറിയണോണ്ടാണ് അവർക്ക് ഇതൊക്കെ അറിയാം. അവർക്ക് എഴുത്തും വായനയെ കുറവുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ചരിത്രമൊക്കെ അറിയണവരെന്നെ. അവരാണ് ഈ ചോദിക്കുന്നത്. ആരോട്? ഈ റസൂലിനോട് ചോദിക്കുന്നത് എന്താ ഈ മലക്ക് വരാത്തതെന്ന്. മലക്ക് വരണത് എപ്പോഴാണെന്ന് അവർക്കറിയാം. അല്ല കുതിയൽ അമ്രു, കാര്യം തീരുമാനിക്കാനാ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ ആ സമൂഹത്തിനെ തീരുമാനിച്ചതുപോലെ തീരുമാനിക്കാനാണ് മലക്കുകൾ വരിക എന്ന് അവർക്ക് അറിയാത്തതല്ല. അറിഞ്ഞിട്ട് തന്നെ ഈ ചോദിക്കുന്നത്. ഇതൊന്നും അറിയാണ്ടല്ല, ഇതൊന്നും അറിവിന് വേണ്ടിയിട്ടല്ല. നേരത്തെ പറഞ്ഞില്ലേ ഇംതിറാ, അതായത് താല്പര്യങ്ങൾ, നമ്മളുടെ സാമ്പത്തികാധികാരങ്ങൾ, രാഷ്ട്രീയാധികാരങ്ങൾ, ഈ അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിക്കുന്നത് തന്നെ എന്തിനാ? സർവശക്തനാണ് അള്ളാഹു എങ്കിൽ പങ്കുകാർ പിന്നെന്തിനാ? ഈ പങ്കുകാരിലൂടെയാണ് നമ്മളുടെ താല്പര്യം കെട്ടിയിറക്കുക. പങ്കുകാരില്ലാത്തവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ താല്പര്യമാണ് നടക്കുക. ഈ പങ്കുകാരുണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ ഈ പങ്കുകാരിലൂടെ കെട്ടിയിറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ഈ ഷിർക്കൊക്കെ നോക്കിക്കോളി, അതങ്ങനെ നടക്കുന്നത്. അവിടെയാണ് പൗരോഹിത്യം വരുന്നത്. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പുരുവിൻ്റെ ഹിതമറിയുക, അള്ളാഹുവിൻ്റെ ഹിതമറിയുക എന്നാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഖുർആൻ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ ഹിതം എന്താണെന്ന്. ഇനി അതൊരു പുരോഹിതം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വേറുള്ളിടത്ത് അങ്ങനെയല്ല. അവർ പുരു പറയും, ഈ പുരുവിൻ്റെ ഹിതം അറിയണ ഒരു ചിലരാണ്. അവർ വന്ന് പറഞ്ഞു കൊടുക്കും ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയെന്ന്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരും പുരുവിൻ്റെ ഹിതമറിഞ്ഞവരാണ്. കാരണം ഈ ഖുർആൻ കയ്യിലുണ്ട്. ഇത് ഈ പൗരോഹിത്യം വെച്ച് കെട്ടുന്നതൊക്കെ ഇതാണ് ഷിർക്ക്. ഇത് തന്നെയാണ് ഷിർക്ക്. ഈ ഷിർക്ക് പല രൂപത്തിലും നമ്മളിലേക്ക് ഇങ്ങനെ കയറി വരും. അത് റുബൂബിയ്യത്തിലുണ്ടാവും, മുലൂക്കിയത്തിലുണ്ടാവും, ഉലൂഹിയത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പറയുന്നത് ഒന്നാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ പറയും. പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ ഇത് പല കോലത്തിലായിട്ട് മാറിയിട്ടുണ്ടായി. നമ്മുടെ സമൂഹത്തിലും സംഭവിക്കുന്നതാണ്. പറയുമ്പോൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയാം. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയാം. പക്ഷേ അതിലിടക്ക് 18,000 ലോകം നിയന്ത്രിക്കുന്നവരും മുഹയ്യദ്ദീൻ ഷെയ്ഖും യേശുവും ഒക്കെ കയറി വരും. കാരണം എന്താ ചോദിച്ചാൽ, ഇതിനനുസരിച്ച് അള്ളാഹു കൽപ്പിച്ചതിനനുസരിച്ച കർമ്മങ്ങളില്ലെങ്കിൽ, ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും അങ്ങോട്ട് ഏറ്റെടുത്താൽ ഈ സ്വർഗമൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ ഈ കർമ്മങ്ങൾക്കൊരു വിലയില്ല. അമലുസാലിഹാത്തിന് പിന്നെ ഒരു വിലയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിലൊക്കെ പറയാം, നിങ്ങൾ വിശ്വാസം കൊണ്ടാണ് കർമ്മം കൊണ്ടല്ല എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ഈ പരിപാടിയും. എൻ്റെ മുരീദാരും നരകത്തിലില്ലാത്തത് ഇതുകൊണ്ടാണ്. കാരണം മുരീദായാൽ മതി, പിന്നെ അമലുസാലിഹാത്തിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രമേ വേണ്ടൂ. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.